ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഏസ്ലിൻ ഏലിയാജി, മോറ്റൂറ വാളകം മാർത്തോമ സഭാംഗമാണ്. ജേർണി ത്രൂ സാംസിന്റെ 265 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 141. ദാവീദിന്റെ അപേക്ഷയാണ് പ്രധാനമായും ഈ അധ്യായം. 1-ാം വാക്യത്തിൽ ദാവീദ് യാചിക്കുന്നു, എന്റെ അടുക്കലേക്ക് വേഗം വരേണമേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കണമേ. ദൈവസന്നിധിയിൽ ദാവീദ് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന 71-ാം സങ്കീർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാവോൻ മരുവിൽ ദാവീദ് ശൗലിനെ ഭയന്ന് ഒളിച്ചു കഴിയുമ്പോൾ ഇത് മണത്തറിഞ്ഞ് ശൗൽ 3000 പട്ടാളക്കാരുമായി വന്ന് ഈ മല വളയുകയുണ്ടായി. ഇതിനു മുമ്പ് ഇതിന് സമാനമായ സന്ദർഭങ്ങളിൽ ദാവീദ് ഗുഹകളിലെല്ലാം അഭയം പ്രാപിച്ചിരുന്നു. പക്ഷെ ഇവിടെ ഒളിക്കാൻ ഇടമില്ല. ജീവിതം തകർന്നു എന്ന് തോന്നിയ സന്ദർഭത്തിൽ ദൈവത്തോട് കീഴപേക്ഷിക്കുകയാണ്. സങ്കീർത്തനം 141 1-ാം വാക്യത്തിൽ അവൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവം മറുപടി നൽകി. ദൈവം അവന്റെ അടുക്കൽ വേഗം വന്നു, അവനെ വിടുവിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ മുട്ടുമടക്കിയാൽ അവൻ നമ്മുടെ ആവശ്യങ്ങളെ മാനിക്കും. ഉറപ്പ്. പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. മടുത്തുപോകാതെ പ്രാർത്ഥിച്ചിരുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, സന്തോഷത്തിന്റെ നടുവിൽ എല്ലാം ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ടുണ്ട്. നാം പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ആകുമ്പോൾ ആഗ്രഹിച്ചിട്ടില്ലേ, കർത്താവെ ഇറങ്ങി വരയണമേ, എന്റെ ആവശ്യങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ എന്ന്. ദാവീദ് പറയുന്നു, എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ അധരദ്വാരങ്ങളെ കാക്കണമേ. നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷം വെച്ചുകൊണ്ട് നമ്മുടെ മുഴങ്കാലുകളെ അവിടുത്തെ തിരുമുമ്പിൽ മടക്കി അപേക്ഷിച്ചാൽ നമ്മുടെ അപേക്ഷയ്ക്ക് ദൈവമുമ്പാകെ ഉത്തരം ലഭിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മുഖസ്തുതികൾ കൊണ്ട് മൂടും. നമ്മുടെ തെറ്റിനെ തിരുത്താതെ മുഖസ്തുതി കൊണ്ട് മൂടുമ്പോൾ ഒന്നോർത്തുകൊള്ളണം, അവർ നമ്മെ നന്നാക്കുകയല്ല, മുഖസ്തുതി കൊണ്ട് നശിപ്പിക്കുകയാണ് എന്ന്. എന്നാൽ നീതിമാൻ നമ്മെ ശാസിക്കുമ്പോൾ നമ്മെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുവാനാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. തെറ്റിനെ തിരുത്താനുള്ള മനസ്സുണ്ടായാലേ നമ്മുടെ ജീവിതം വിജയിക്കുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതെല്ലാം നിന്നിലേക്ക് കൂടുതൽ അടുക്കുവാനാണെന്ന് സ്വയം മനസ്സിലാക്കുവാനും തിരുമുമ്പിൽ ശിരസ് നമിച്ച് മുട്ടുമടക്കുവാനും ഇടവിടാതെ പ്രാർത്ഥിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. ആമേൻ.